ഹലോ ഹായ്, വെൽക്കം ടു ഇത് നല്ല കോമഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റ് ആണ്. സ്പോട്ടിഫൈഡ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇപ്പോൾ സ്പോട്ടിഫൈഡ് മാത്രമല്ല, ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, പോക്കറ്റ് കാസ്റ്റ്, എസ്പെർ എഫ്എം അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. അവിടെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഞങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട്, അവിടെ ഫോളോ ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആൻഡ് നിങ്ങളുടെ യൂട്യൂബ് പ്രേക്ഷകർക്ക് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ വിടുതലൈ പാർട്ട് 1 ഒരു എപ്പിസോഡ് ചെയ്യുമായിരുന്നു, വിടുതലൈ 2ന്റെ റിലീസിനോടനുബന്ധിച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ പാർട്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിന്ന് വെൽക്കം ചെയ്യുന്നു മിസ് വിബിസി കുമാരി, മിസ്റ്റർ ചക്രവാണി. വെൽക്കം ടു ദ ഷോ. Hi. Hello. Hi Rahul. Hi guys. പറയൂ, എന്താണ് വിടുതലൈ പാർട്ട് 2 പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് സത്യം പറഞ്ഞാൽ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഞാൻ വിടുതലെ പാർട്ട് 1 കണ്ടത് പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒത്തിരി നാളിന് ശേഷമാണ്. അതായത് പാർട്ട് 2 ഇറങ്ങുന്നതിനൊരു പ്രോക്സിമൽ സമയത്താണ് ഞാൻ പാർട്ട് 1 കാണുന്നത്. പക്ഷേ അത് എനിക്ക് കണ്ടിട്ട് എനിക്ക് അത്യാവശ്യം ഇമോഷണലി ഭയങ്കര അറ്റാച്ച്മെന്റ് ഒക്കെ തോന്നി. നല്ല നല്ല പടമായിരുന്നു ഫസ്റ്റ് 1. പക്ഷെ പാർട്ട് 2 കണ്ടിട്ട് ഞാൻ തിയേറ്ററിൽ പോയാണ് പാർട്ട് 2 കാണുന്നത്. പാർട്ട് 2 കണ്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ടിരുന്ന് കരഞ്ഞു. എനിക്ക് സങ്കടം വന്നു കണ്ടിട്ട്. കാരണം എനിക്കത് എന്തൊക്കെയോ അതിൻ്റകത്തിലുള്ള കുറെ എലമെന്റ്സ് നമുക്ക് ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള കുറെ എലമെന്റ്സ് ഉണ്ടായിരുന്നു. മൊത്തത്തില് എന്താ പറയുന്നെ, എനിക്ക് ആ പടം ഭയങ്കരമായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി എന്ന് പറയാം. പക്ഷെ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര നല്ല പടമായിട്ടും തോന്നി. ഫസ്റ്റ് 1നേക്കാളും എനിക്കൊരു കുറച്ചും കൂടെ എനിക്ക് ഈ പടം എന്താ പറയുന്നെ, എന്നെ ഇമോഷണലി പിടിച്ച് കുലുക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു ഈ പടത്തിന്. എനിക്ക് ആകെ ഒരു പ്രശ്നം തോന്നിയെന്ന് പറഞ്ഞാല് ഡയലോഗ്സിന്റെ ഈ ലിപ്സിങ്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എനിക്ക് ഫസ്റ്റ് പടത്തിലും തോന്നി, സെക്കൻഡ് പടത്തിലും തോന്നി. ഈ ലിപ്സിങ്ക് ഭയങ്കര ഒരു രക്ഷയില്ല, ഭയങ്കര മോശമാണ്. എന്താ ഈ പടത്തിലെ ലിപ്സിങ്ക്. അത് മാത്രമേ എനിക്കൊരു പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നിയത്. ബാക്കി പടം ആസ് എ ഫിലിം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു. ഈവൻ അവരുടെ ആ ഒരു കപ്പിളിന്റെ മഞ്ജു വാര്യരും മറ്റേ മഞ്ജു വാര്യരുടെ ക്യാരക്ടറും നമ്മുടെ എന്താ വിജയ് സേതുപതിയുടെ ക്യാരക്ടറും തമ്മിലുള്ള ആ ഒരു കപ്പിളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരുടെ ആ ഒരു ഡെപ്ത്, അവരുടെ റിലേഷൻഷിപ്പിന്റെ ഡെപ്തും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര അങ്ങ് ചീസി ആക്കാതെ അത്യാവശ്യം ആ ഒരു പടത്തിന്റെ ആ ഒരു മൂഡിൽ തന്നെ അവർ കൊണ്ടുപോയതുകൊണ്ട് നല്ലതായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഞാൻ ഫസ്റ്റ് പടം കണ്ടപ്പം ഞാൻ വിജയ് സേതുപതിയുടെ ക്യാരക്ടർ, വാദ്യാർ എന്ന് പറയുന്ന ക്യാരക്ടർ ഇങ്ങനെയൊക്കെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഓൾമോസ്റ്റ് കിട്ടി. എനിക്ക് അങ്ങനെ ഒരു ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഒന്നും ഇല്ലായിരുന്നു കണ്ടുകൊണ്ടിരുന്നപ്പോൾ. ഓക്കെ, ഇനി എന്താണ് മറ്റേ പറഞ്ഞോളൂ, ചക്രവാണി ദിഗംബരൻ, എന്താണ് തോന്നിയത് കണ്ടിട്ടോ? എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഫസ്റ്റ് പാർട്ട് ഭയങ്കരമായിട്ട് വർക്കായത് ആ സിനിമയുടെ. ലൈക്ക് അപ്പം സൂര്യ ലീഡായിട്ട് കൊണ്ടുവന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഈ ആ പടം അനൗൺസ് ചെയ്യുന്ന സമയം തൊട്ടേ ഐ വാസ് ലൈക്ക് റിയലി എക്സൈറ്റഡ്. ആൻഡ് ശരിക്കും ഫസ്റ്റ് പാർട്ടിൻ്റെ അകത്ത് കഥ ജയമോഹന്റെ ഒരു സ്റ്റോറിക്കകത്തു നിന്നുള്ള ഒരു സംഭവമാണ് ഇത്രയും ഇവർ ഡെവലപ്പ് ചെയ്ത് ഈ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവന്നത്. സോ ഫസ്റ്റ് പാർട്ട് തുണൈവൻ എന്ന് പറഞ്ഞ നോവൽ എന്നുള്ള എനിക്ക് സെക്കൻഡ് ഇത് ബേസിക്കലി ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഒന്നും നമുക്ക് പിരിച്ചു പറയേണ്ട കാര്യമില്ല. കാരണം ഇത് ഒരു സിനിമയാണ്, അവർക്കത് ഒരു സിനിമയായിട്ട് പറഞ്ഞു പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ദേ ഹാഡ് ടു make it as two parts, and probably the second part might be the lowest. എന്താ വെട്രിമാരന്റെ ഏറ്റവും കളക്ഷൻ വൈസ് ഏറ്റവും ലോവസ്റ്റ് കളക്ടിങ് പടമായിരിക്കും. കാരണം ഫോർ മെനി പീപ്പിൾ ഇറ്റ് ഡിഡ് നോട്ട് വർക്ക് ബിക്കോസ് ഇറ്റ് വാസ് വെരി ഡയലോഗ് ഹെവി. ഇപ്പം കുമാരി പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡബിങ് റിലേറ്റഡ് ഇഷ്യൂ കോമൺ ആയിട്ട് ആൾക്കാർ പറഞ്ഞൊരു ഇഷ്യൂ ആണ്. അതെനിക്ക് 2ന്റെ അകത്ത് കുറച്ചധികം ഉള്ള പോലെ തോന്നിപ്പോയിരുന്നു, സിങ്ക് ഇല്ലാത്ത പോലെ. പിന്നെ ഒരുപാട് ഡയലോഗ് ബാക്ക്ഗ്രൗണ്ടിൽ കുറെ ആൾക്കാരും സംസാരിക്കുന്നുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിക്കുന്ന ആൾക്കാർ സംസാരിക്കുന്നത് റെലവെന്റാ,
അല്ലാതെ സംസാരിക്കുന്ന ഈ കാര്യം റെലവെന്റ്. സോ അങ്ങനെയൊക്കെ ഫോക്കസ് ഒക്കെ വിട്ടുപോകാനൊക്കെ ഒരു ചാൻസ് കൂടുതലുണ്ട്. പിന്നെ ഈ വെട്രിമാരന്റെ ഒരു ഇന്റർവ്യൂവിന്റെ അകത്ത് എനിക്ക് ഇച്ചിരി മിസ്ലീഡിംഗ് ആയിട്ട് തോന്നിയ ഒരു സംഭവം, അതായത് നമ്മുടെ തമിഴ് എന്ന് പറയുന്ന ആക്ടറിന്റെ റോൾ ഇതിന്റെ അകത്ത് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള സംഭവം പ്രതീക്ഷിച്ചു. ഇറ്റ് മൈറ്റ് ബി എന്റെ മിസ്റ്റേക്ക് ആയിരിക്കും, പക്ഷെ പുള്ളി വന്നിട്ട് ബ്രോ ജസ്റ്റ് ഡിഡ് വാദിയർ ഡേർട്ടി. അപ്പോ എനിക്ക് അത് ക്ലൈമാക്സിനോട് അങ്ങനെയൊന്നും എനിക്ക് വിയോജിപ്പൊന്നുമില്ല, പക്ഷെ സംഭവം എനിക്കെന്തോ ആ വിജയ് സേതുപതിയുടെ ഫ്ലാഷ് ബാക്ക് ഇമോഷണലി അത്ര ഹെവി ആയിട്ടൊന്നും തോന്നിയില്ല. പേഴ്സണലി ഐ ലവ് ദ കെമിസ്ട്രി ബിറ്റ്വീൻ വിജയ് സേതുപതി ആൻഡ് മഞ്ജു വാര്യർ. ഇറ്റ്സ് ആക്ച്വലി വെരി വെൽ റിട്ടൺ, ഒരു ഭയങ്കര മെച്ചുവേർഡ് ആയിട്ട് ഒത്തിരി ചീസി ഒന്നും അല്ലാതെ ഇറ്റ് വാസ് നൈസ് ടു സീ എ വെരി റെസ്പെക്ട്ഫുൾ റിലേഷൻഷിപ്പ്. അത് നല്ല അതൊക്കെ വെൽ റിട്ടൺ. എനിക്ക് മോസ്റ്റ്ലി വെട്ടുകാരന്റെ എല്ലാ സിനിമയിലെയും ഈ ആൺ പെൺ ബന്ധങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് മഞ്ജു വാര്യർ നെയിൽഡ് ബോത്ത് ദ ക്യാരക്ടേഴ്സ്, ലൈക്ക് വാട്ട് എവർ ഷീ ഡിഡ് ഇറ്റ് ഇൻ അസുരൻ, അതിൻ്റെ അകത്തേതും ഇപ്പൊ ഇതിൻ്റെ അകത്ത് ചെയ്ത രണ്ട് ക്യാരക്ടറും നല്ലതാണ്. വിജയ് സേതുപതി ലൈക്ക് ഓൾവേസ് ഹി ഡിഡ് ഹിസ് പാർട്ട്. എനിക്ക് അതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് മറ്റേ ബോംബ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം പൊടി ഇട്ട് അതിന് പൊട്ടിത്തെറിച്ച് പോകത്തില്ലേ, അതൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആണ്. അത് വെക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്നാൽ പോലും അതുകൊണ്ട്. പിന്നെ ആ ബോംബ് നമ്മുടെ ഈ ട്രെയിനിന്റെ പാളം തകർക്കുന്നതിന്റെ സംഭവം, അത് ആക്ച്വലി ഒട്ടും ഹിപ്പോക്രറ്റിക്കൽ അല്ലാതെ ഭയങ്കര ഓണസ്റ്റ് ആയിട്ട് കാണിച്ചതും ഐ ഐ റിയലി ലൈക്ക് ഇറ്റ്. അത് അവർക്ക് പറ്റിയ ഒരു അബദ്ധം തന്നെയാണെന്നുള്ള രീതിയിൽ അവരതിനെ കാണിച്ചതും ഇറ്റ് വാസ് നൈസ്. ഇറ്റ് വാസ് ആക്ച്വലി ആ സീനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ഈ പറയുന്ന നമ്മുടെ ആൾക്കാർ പറഞ്ഞതിന്റെ അത്രയും കെൻ കരുണാസിന്റെ സീനൊന്നും എനിക്ക് അങ്ങനെ അത്ര ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നിയില്ല. ഐ ഡോണ്ട് നോ വൈ. എനിക്ക് അതിൽ കൂടുതൽ എനിക്ക് അസുരന്റെ അകത്തോ അല്ലെങ്കിൽ പുള്ളിയുടെ പ്രീവിയസ് പടങ്ങളുടെ അകത്തുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചുകൂടെ ഇമോഷണൽ ഡെപ്ത് തോന്നുമായിരുന്നു. ലൈക്ക് ഇപ്പം സൂരി ഇപ്പൊ എന്താ പറയുക, ഫസ്റ്റ് പാർട്ടിന്റെ അകത്ത് ആ സ്ത്രീകളെ അത്രയും ഭയങ്കര ക്രൂരമായിട്ട് ഈ പോലീസ് ക്യാമ്പിലിട്ട് മർദ്ദിച്ചതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റോ കാര്യങ്ങളെ പറ്റിയിട്ട് ഒന്നുമേ സംസാരിക്കുന്നില്ല. അത് സെക്കൻഡ് പാർട്ടിന്റെ അകത്ത് എവിടെയും വന്നില്ല. അതെന്തോ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞപ്പോ അതങ്ങ് മൊത്തം വിഴുങ്ങിയ പോലെയൊക്കെ തോന്നി. സെക്കൻഡ് പാർട്ടിനകത്ത് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് എന്താ സംഭവിച്ചതെന്ന് ഒന്നും എനിക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്യില്ല. പക്ഷെ സെക്കൻഡ് പാർട്ടിൽ വാട്ട് ഐ ഫെൽറ്റ് വാസ് ദാറ്റ് എനിക്ക് ആ ഫ്ലാഷ് ബാക്ക് സീക്വൻസുകളെക്കാൾ എല്ലാം വർക്ക് ആയത് ആ പ്രസന്റില്. അത് എസ്പെഷ്യലി കളക്ടറിന്റെ അവിടെ നടക്കുന്ന മാനിപ്പുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഇടയ്ക്കുള്ള ഡിസ്കഷൻ, അവിടുത്തെ രാജീവ് മേനോന്റെ സീനുകളും അതുമൊക്കെ ആക്ച്വലി വാസ് പ്രിറ്റി ഗുഡ്. പിന്നെ എനിക്ക് ഏട്ടയ്യ പുള്ളിക്കിട്ട് അടി കിട്ടിയപ്പോ എനിക്ക് എന്താന്ന് അറിയത്തില്ല, എനിക്ക് സന്തോഷമൊക്കെ തോന്നി. മേ ബി എന്റെ സൈക്കോ മെന്റാലിറ്റി ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് സ്റ്റിൽ, ബട്ട് ജോക്സ് അപ്പാർട്ട്, there was some really good scenes. എനിക്ക് അങ്ങനെ എടുത്തു പറയാൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിലോട്ടൊന്നും വരുന്നില്ല. പിന്നെ ഒബിയസ്ലി ഇളയരാജയുടെ മ്യൂസിക് വാസ് നൈസ്. അത് യോഗി ബിയെ കൊണ്ട് പാടിച്ചൊരു പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നല്ലതായിരുന്നു. അതിൻ്റെ അകത്തൊരു ഒരാളുടെ ഒരു ആങ്കറും എല്ലാം ഭയങ്കരമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഈ ഒരു കമ്മ്യൂണിസത്തിന്റെ വേറെ രീതിയിൽ കമ്മ്യൂണിസം പറയാൻ ശ്രമിച്ചതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇറ്റ് വാസ് നൈസ്. പിന്നെ സൂര്യക്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ നമ്മുടെ ആ വില്ലൻ ക്യാരക്ടർ എന്നല്ല, നമ്മുടെ ഇതുണ്ടല്ലോ മെയിൻ പോലീസ് ഓഫീസർ, റോങ് പരിപാടി കാണിക്കുന്നത്, ചേട്ടൻ. പുള്ളിയുടെ ചേട്ടന്റെ കുറെ നൈസ് വർക്കുകളൊക്കെ. അങ്ങനത്തെ അന്ന് നമ്മൾ പണ്ട് ദിഗംബരനുമായിട്ട് ഇത് ഇറങ്ങിയ സമയത്ത് ഒരു ടോക്ക് ഉണ്ടായപ്പം ദിഗംബരനെ എക്സ്പെക്ട് ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഫസ്റ്റിന്റെ അകത്ത് തന്നെ പിടികിട്ടിയായിരുന്നു. ഫസ്റ്റിന്റെ അകത്ത് തന്നെ ഇറ്റ് വാസ് വെരി എവിഡന്റ്. ആ ഒരു പോലീസുകാരെ തന്നെ കൊല്ലത്തില്ലേ,
ആ മറ്റേ ആണല്ലോ. വെടിവെച്ചാണ് അത് ഫസ്റ്റിന്റെ അകത്ത് തന്നെ ഐ തിങ്ക് ഇറ്റ് വാസ് ക്വൈറ്റ് എവിഡന്റ്. അത് സെക്കൻഡിന്റെ അവൻ അകത്ത് നല്ല വന്നപ്പോ അതെനിക്ക് വെടിവെച്ചാണല്ലോ. അത് സെക്കൻഡിലോട്ട് വന്നപ്പോ എനിക്ക് അത് ഭയങ്കര റെവലേഷൻ ആയിട്ടൊന്നും തോന്നിയില്ല. ആ, അത് ക്യാപ്റ്റൻ നമുക്ക് ആദ്യം ആ ആദ്യത്തേത് കാണുമ്പോ തന്നെ അറിയാലോ അവൻ ആ ചിലപ്പോ ചാവാൻ സാധ്യതയുണ്ട്. yeah. ആ എനിക്കതാണ് തോന്നിയത്. പിന്നെ എനിക്ക് ഇവരുടെ ഈ കാട്ടിന്റെ അകത്തൂടെ ഉള്ള ജേണിയും എന്നാ പണ്ടാരടങ്ങാൻ പറഞ്ഞു തൊലയ്ക്കുന്നുള്ള രീതിയിൽ, അതായത് ഈ ശരിക്കും എനിക്ക് വിക്രം വേദയ്ക്കകത്ത് അവൻ കഥ നെറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതിന്റെ അകത്ത് തോന്നിയത്. അതേ ഒരു വൈബ് ഉണ്ടായിരുന്നു. കഥ സൊല്ലട്ടുമാന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് വേറെ രീതിയിൽ പറയുന്നു. അപ്പൊ അതിന്റെ അകത്ത് അവര് പറയുന്നുണ്ട്, "എടാ, നീയും നിന്റെ ഭാര്യയും കൂടെ കാണിക്കുന്നതൊക്കെ ഞങ്ങളോട് എന്തിനാ പറയുന്നത്" എന്നുള്ള രീതി വരെ ആ ഒരു ആ ഒരു സംഭവമൊക്കെ അടിപൊളിയാ. എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു. ഇപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ഈ പോലീസുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഇവന്റെ കഥയൊക്കെ കേട്ട് ഞങ്ങൾക്ക് പോവാ നാട്ടിന്റെ അകത്ത്. അവരുടെ ഒരു ജോലി എന്ന് പറയുന്നത് ഇത്രയും ഒരു ഗതികെട്ട ഒരു ജോലിയാന്നുള്ളത് ഇതിനേക്കാളും, അത് ഈ തമിഴ് അവസാനം പറയുന്ന കുറച്ച് പൊളിറ്റിക്സ് ഒക്കെ ഭയങ്കര ഒരു സത്യാവസ്ഥയാണ്. അതായത് അവര് നോക്കുമ്പോ അവർക്ക് എങ്ങനെയും മുകളിലോട്ട് മുകളിലോട്ട് പോകണമെങ്കിൽ അവർക്ക് ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. സോ ഇതിനകത്ത് പറയുന്ന കുറെ പൊളിറ്റിക്സ് ഒക്കെ ഭയങ്കര, ഇപ്പൊ ഈ രാജീവ് മേനോൻ അതിന്റെ അകത്ത് ക്വെഞ്ച് ചെയ്യാൻ നോക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് ആഹ് ഇവനെയൊക്കെ പിടിച്ചകത്തിട്ടാല് നാളെ ഇവനൊരു ബുക്ക് എഴുതും, അത് റെവല്യൂഷന്, അത് അടുത്ത ജനറേഷന് പഠിക്കാനുള്ളതാവും എന്നൊക്കെ പറയുന്നതും ഇങ്ങനത്തെ അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ന്യായമുള്ളവർ ചെയ്യുമ്പോൾ അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരുടെ സൈഡിൽ ഒരു ന്യായം ഉണ്ടായിരുന്നു. അവർ വിശ്വസിക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അതിനെ ഇവര് തീവ്രവാദികളായിട്ട് മുദ്ര കുത്തുന്നതും ഇങ്ങനത്തെ കുറച്ച് ഇറ്റ്സ് ഹ്യൂജ് പൊളിറ്റിക്കൽ തിങ്. പിന്നെ എനിക്ക് മറ്റേത് ഇഷ്ടപ്പെട്ടായിരുന്നു, നിങ്ങളുടെ ചുറ്റിലും 100 പേരുണ്ടെന്ന് പറഞ്ഞാൽ അവരെ പറ്റിക്കത്തില്ലേ ആ കാട്ടിനകത്ത്. അയ്യോ 100 കാട്ടിലെ പേരൊന്നും ഇല്ല. ആ ആ, അയ്യോ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ കൊള്ളാം. എനിക്ക് അപ്പൊ കാട്ടിന്റെ അകത്തോടുള്ള ജേണിയും ആ പരിപാടിയും എല്ലാം കൊള്ളാം. എന്തോ ഒരു നൈസായിട്ട് സംഭവം. അതും എനിക്ക് ഇഷ്ടപ്പെട്ട എന്താന്ന് പറഞ്ഞാൽ ഇയാള് ഇവരുടെ മേലുദ്യോഗസ്ഥനാണെന്നുള്ളത് ഇടയ്ക്ക് ഇവര് തന്നെ അങ്ങ് മറക്കും. എന്നിട്ട് അവരോടുള്ള ആ പുള്ളിയോടുള്ള കാര്യം, പടം തെണ്ടി നീ കാരണമല്ലടാ എന്റെ കൂട്ടുകാരൻ മരിച്ചെന്നുള്ള രീതിയിലുള്ള പെരുമാറ്റമൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഫോർ മീ എനിക്ക് ആ വാദ്യാറുടെ പാസ്റ്റ് കുറച്ചുകൂടെ എനിക്ക് ഇമോഷണലി ഹെവി ആക്കാമായിരുന്നു എന്ന് എനിക്ക് എന്തോ ഐ ഫെൽസ്. എനിക്ക് അത് മാത്രമേ ഞാൻ അതാ എക്സ്പെക്ട് ചെയ്തത്. സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേക്കും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സൂര്യയുടെ ഒരു ക്യാരക്ടർ ആർക്ക് ഭയങ്കര വ്യത്യാസമായിരിക്കുന്നു. പക്ഷെ സൂരി ജസ്റ്റ് ബിക്കെയിം ജസ്റ്റ് എ ക്യാരക്ടർ സെക്കൻഡ് പാർട്ടിന്റെ അകത്ത്. അതിപ്പം സെക്കൻഡ് അത് അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഐ എം നോട്ട് സേയിങ് ഇറ്റ്സ് എ ബാഡ് തിങ്. പക്ഷെ ഇറ്റ്സ് ജസ്റ്റ് ഐ ഫീൽ ദാറ്റ് വിജയ് സേതുപതിയുടെ ക്യാരക്ടർ കുറച്ചുകൂടെയും എന്താ പറഞ്ഞ അവരുടെ ഇമോഷണൽ ഡെപ്ത് കുറച്ചുകൂടെ ഫീൽ ചെയ്യിപ്പിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ മറ്റേതൊക്കെ നല്ല, ഈ ഭാര്യയെ കാണാൻ വേണ്ടി ഒളിച്ച് തിയേറ്ററിൽ പോകുന്നതും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ, അതൊക്കെ ഒരു റിയാലിറ്റി ഒരു പരിപാടിയാണ്. പക്ഷെ ഏറ്റവും അടിപൊളി ബോംബ് പൊട്ടിയ ആൾക്കാർ മരിക്കുന്നു, അതായത് അല്ല, കിട്ടുന്ന. ഭാര്യയെ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോകുന്നത് മാത്രമല്ല, ഫസ്റ്റ് പടത്തിനകത്തില് വിജയ് സേതുപതിയെ തിയേറ്ററിൽ കാണാത്തവർക്ക് സെക്കൻഡ് പാർട്ടി അതോ കാണുമ്പോഴത്തേക്കും അത് സെക്കൻഡ് പാർട്ടും കാണും മനസ്സിലാവും. പുറകില് നൈസായിട്ട് പുള്ളി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നൈസായിരുന്നു. അപ്പൊ ദിസ് ഇസ് മൈ ടേക്ക് ഓൺ വിടുതലൈ പാർട്ട് 2. എസ് ദിഗംബർജി. ഞാന് തിയേറ്ററിലെ ഫസ്റ്റ് ഷോ തന്നെ പോയി വിടുതലൈ കണ്ടു. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പോഴും ഉണ്ടല്ലോ ഈ പടം, ഈ തേർഡ് പാർട്ടിനും ഫസ്റ്റ് പാർട്ടിനും ഇടയിൽ ഒരു സാൻഡ്വിച്ച് എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളൂ മുമ്പ്. അതായത് അത് എന്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ സൂര്യയുടെ ഇത് കാണിച്ചു, സെക്കൻഡ് പാർട്ടില് ഈ വിജയ് സേതുപതിയുടെ ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറിയും മറ്റു കാര്യങ്ങളും, പിന്നെ അവരുടെ പ്രസന്റിലുള്ള കുറച്ച് ഇത് സൂര്യക്ക് ഒരു ഓപ്ഷൻ വെച്ച് കൊടുക്കുന്നു. പോലീസിന്റെ സൈഡിൽ തന്നെ നിൽക്കണോ അതോ ഇവരുടെ ഇത് സൈഡിലോട്ട് വരണോ എന്നുള്ള രീതിയിൽ ഒരു ഓപ്ഷൻ വെച്ച് കൊടുക്കുന്നു. തേർഡ് പാർട്ട് വരുവാണെങ്കിൽ അതിൻ്റെ അകത്ത് പിന്നെ അവന്റെ ബാക്കി ജേർണി കാണിക്കും എന്നുള്ള ഒരു ഐഡിയയിലായിരുന്നു ഞാൻ ഇരുന്നത്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഇനിയിപ്പോ പക്ഷെ വെട്രിമാരൻ പക്ഷെ തേർഡ് പാർട്ടിന് ഇനിയിപ്പം ഇറങ്ങുമോന്ന് അറിയത്തില്ല. കാരണം ഫസ്റ്റ് 2 പാർട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി
ഒരു പരിവായിട്ടുണ്ട്. അപ്പം ഇത് ഭയങ്കര ഇമോഷണലി ഭയങ്കര ടാക്സിങ്, മെന്റലി ഫിസിക്കലി ഒക്കെ ഭയങ്കര ടാക്സിങ് ആയിരുന്നു എന്നാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് ഇനിയിപ്പോ വരുമോന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നീ കാട്ടിലെ മറ്റേ സംഭവം പറഞ്ഞത് ശരിയാണ്. അത് എനിക്ക് വിക്രം വേദയില് അവനെ എൻകൗണ്ടർ ചെയ്യാനായിട്ട് മറ്റേ ഒരു കാട്ടിന്റെ അകത്തോട്ട് കൊണ്ടുപോയിട്ട് ആ ഒരു ഇത് എനിക്ക് അന്നേരം കണ്ടപ്പോ ഓർമ്മ വന്നു. പക്ഷെ കാട്ടിലൂടെ നടക്കുന്ന ഈ വിടുതലയ്ക്കകത്ത് പോലീസുകാരെക്കാളും കൂടുതൽ കഷ്ടം ദേവരക്കകത്ത് പോലീസുകാരുടെ കഥയാണ്. പുള്ളി പിടിക്കാൻ വന്ന ആളുടെ അത് ഇച്ചിരി കാര്യം ഭീകരമായിരുന്നു. ചോദിക്കുമ്പോഴത്തേക്ക് ഒരു ബന്ധമില്ലാത്ത ദേവാലയുടെ കഥയൊക്കെ പറഞ്ഞ് ജാൻവി ജാൻവി കപൂറിന്റെ കപൂറിന്റെ സീനില് അതൊക്കെ അതൊക്കെ കേൾക്കേണ്ട പോലീസുകാരുടെ അവസ്ഥയാണ് ഇതിലും ഭീകരം. എനിക്ക് ഒരു കാര്യം ഇച്ചിരി ബ്രെയിൻ റോട്ട് ആയിട്ട് തോന്നിയ ഒരു സംഭവം എന്താ അറിയോ? ഫസ്റ്റ് പാർട്ടിന്റെ അകത്ത് പോലീസുകാരനായിട്ട് വന്ന വേൽരാജ് ബ്രോ വാട്ട്സ് യു ഡൂയിങ് ഇൻ ദ സെക്കൻഡ് പാർട്ട് ആസ് എ നാട്ടാമ എന്നുള്ള രീതിയില് പന്നയാറായിട്ടല്ലേ? ഐ വാസ് ലൈക്ക് വാട്ട് ദ ഫക്ക് ഇസ് ഹാപ്പനിങ്. കാരണം എന്താന്ന് വെച്ചാല് ആം, ഇത്രയും പൈസ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ദേ ആർ ടേക്കിംഗ് ഓൾ ദ ടൈം ഇൻ ദ വേൾഡ് ആൻഡ് ദേ ജസ്റ്റ് മിസ്ഡ് ഇറ്റ് ഓർ ഡെലിബറേറ്റ്. ഞാൻ നോക്കിയോ പുള്ളി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിലിം മേക്കേഴ്സ് ഓഫ് അവർ ടൈം. ഹൗ കുഡ് എ മാൻ ലീവ് എന്താ പറയുക സച്ച് എ സ്റ്റോൺ അൺടേൺഡ് എന്നുള്ള രീതിയിലായിപ്പോയി. ഒരു കാര്യം ചിലപ്പോ അവൻ ഏതെങ്കിലും ഒരു റാൻഡം ഒരുത്തന്നെ വെച്ചിരുന്നെങ്കിൽ പോലും കുഴപ്പമില്ല. ഇതെന്തോ ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് ഐ ഡോണ്ട് നോ, മേ ബി a പ്രൊഡ്യൂസർ ഫ്രം കൊല്ലം ഓർ സംതിങ് സംതിങ് സംതിങ്. അല്ല, ആ വേൽരാജിന്റെ മകനാണ് ഈ വേൽരാജെങ്കിലോ ഓ പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ ഓക്കെ, യൂണിവേഴ്സ് ആണെങ്കിൽ കുഴപ്പമില്ല. പന്നയാറിന്റെ ചിലപ്പം മകനായിരുന്നായിരിക്കും, ആ പറയാൻ പറ്റത്തില്ല. അങ്ങനെ ആയിരുന്നിരിക്കാം. ആ മേ ബി കുഡ് ബി എ പോസിബിലിറ്റി. പക്ഷെ എന്താണേലും ഇപ്പം ആ, എനിക്ക് ഉണ്ടല്ലോ, എനിക്ക് വിജയ് സേതുപതിയുടെ ഈ ബാക്ക് സ്റ്റോറിയുടെ കാര്യത്തിൽ ഈ കെൻ കരുണാസിന്റെ ക്യാരക്ടറും വിജയ് സേതുപതിയുടെ ക്യാരക്ടറും മേജ് ചെയ്യിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ എന്ന് എനിക്ക് പടം കണ്ടു കഴിഞ്ഞപ്പോ തോന്നി. മേർജ് ഇൻ കാര്യം ദ സെൻസ്. ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിയുടെ ബാക്ക് സ്റ്റോറി ആയിട്ട് കെൻ കരുണാസിന്റെ ആ ഒരു ഇതിലെടുക്കായിരുന്നു. കറുപ്പന്റെ കഥയും ആ യെസ്, വെരി കറുപ്പനാണ് ട്രൂ. വാദ്യവറായി മാറിയത് എന്ന് വെക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് അത് തോന്നുന്നു. കുറച്ചുകൂടി ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇതിപ്പോ ഇത് കറുപ്പന്റെ ഇത് കണ്ടിട്ട് പുള്ളി ഇൻസ്പയർ ആയി പരിപാടിക്കൊക്കെ ഇറങ്ങിയതുപോലെയാണ് ഇതിന്റെ അകത്ത് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അത് പേഴ്സണൽ സ്റ്റോറി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു ഡെപ്ത് വന്നേനെ ഡെപ്ത് എന്ന് എനിക്ക് തോന്നുന്നു. വരുമായിരുന്നു. ശരിയാ. പിന്നെ കാരണം അവന്റെ ചെറുപ്പമാണ് കരുണാസ് എന്ന് പറഞ്ഞാലും നമുക്ക് ഇത് വിശ്വസിക്കാവുന്ന രീതിയിലാണല്ലോ. ഇവര് തമ്മിലൊരു ഒരു ഒരു ഛായയൊക്കെ ഉണ്ടല്ലോ. കുറച്ചുകൂടെ ഒരു അതെ, മന- അതെ ശരിയാ. അല്ല എനിക്കത് തോന്നി. ഈ അസുരന്റെ അകത്ത് നമ്മള് കണ്ടപ്പം ലൈക്ക് ഐ ഡോണ്ട് നോ ഇഫ് യു ഗൈസ് റിമെമ്പർ ദ ഫിലിം, പക്ഷെ അതിന്റെ അകത്ത് ഐ മീൻ ഓർക്കാൻ അത്ര പാടുള്ള പടമൊന്നുമല്ല. അപ്പം ആ പടത്തിന്റെ അകത്ത് ധനുഷ് എന്തുകൊണ്ട് കാമായിട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ധനുഷിന്റെ പാസ്റ്റ് ആയിരുന്നു. അതെ. ധനുഷ് കണ്ട ഒരു ബ്രൂട്ടാലിറ്റി ഉണ്ട്. ധനുഷിന്റെ ഫാമിലി ഒരു വില്ലേജിനെ ഭയങ്കര ബ്രൂട്ടലായിട്ട് അവരെ ട്രീറ്റ് ചെയ്തതും കൊന്നതും അവന്റെ ഗേൾ ഫ്രണ്ടിനെ ട്രീറ്റ് ചെയ്തതും ഒരു ഭയങ്കര നമുക്ക് തന്നെ ദേഷ്യം തോന്നുമായിരുന്നു. ആ ഒരു കോഷ്യന്റ് എനിക്ക് ഈ വിജയ് സേതുപതിയുടെ പാസ്റ്റിന്റെ അകത്ത് എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നി. ഈ കറുപ്പന്റെ ഡെത്ത് പുള്ളിയെ ഇത്രയും ഡീപ്പായിട്ട് അഫക്റ്റ് ചെയ്തോന്ന് എനിക്കൊരു എന്തോ ദാറ്റ് പാർട്ട് ഡിഡ്ന്റ് വർക്ക് ഔട്ട് ഫോർ മീ. ബട്ട് കാര്യം അത് പുള്ളി അവിടെ അവരുടെ ഗ്രാമത്തില് എന്താ പറയുന്നത് പഠിപ്പിക്കുന്ന ഒരു ആളായിട്ടാണല്ലോ. അപ്പം ആ ഒരു സ്റ്റുഡന്റ് മരിച്ച പോലത്തെ ഒരു അവസ്ഥയാണ്. പക്ഷെ എന്നാലും ഒരു പുള്ളിയുടെ തന്നെ ബാക്ക് സ്റ്റോറി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്നാണ് ഒരു I mean, this backstory you can really easily draw parallels with Daku Maharaj. നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞങ്ങള് കണ്ടില്ല. ഡക്കു മഹാരാജ് കാണണോ? ഡാക്കു കണ്ടു നോക്ക്. ഡാക്കുവിന്റെ അകത്ത് ലൈക്ക് ഓ മാൻ ബ്രോ അങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മള്. കണ്ടിന്യൂ പ്ലീസ് കണ്ടിന്യൂ. സോറി. പിന്നെ എനിക്ക് ഈ
പടം കണ്ടോണ്ടിരുന്നപ്പോ ദിലീപ് ഈ ഹിസ്റ്ററി ഒക്കെ കാണിച്ച സമയത്തും ഞാന് ഓർത്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാളുടെ ഒരു വിടുതലയുടെ സെക്കൻഡ് പാർട്ട് എന്നതിനേക്കാളും കൂടുതല് വാത്തിയാരുടെ ഒരു ബയോഗ്രഫി എന്നുള്ള രീതിയിലാണ് ഞാനത് കണ്ടത്. അപ്പം പുള്ളി ഒരാളുടെ ഒരു എൻറ്റയർ ലൈഫ് മുഴുവൻ നമ്മുടെ മുമ്പില് ഇങ്ങനെ കാണിക്കുകയാണ്. പുള്ളിയുടെ പല സ്റ്റേജിലുള്ള ആളുകളുടെ റെവല്യൂഷൻ തുടങ്ങിയ സമയത്തുള്ളതും എല്ലാം അയാൾ എങ്ങനെ ഇപ്പോഴത്തെ വാത്തിയാറിലോട്ട് എത്തുന്നത് വരെയുള്ള ആ ഒരു സ്റ്റോറി മൊത്തം കാണിക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഡയലോഗ് ഹെവി ആയിട്ടാണ് വരുന്നത്. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അത് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ചോയ്സ് ആയിട്ട് തോന്നി. സാധാരണ രീതിയില് പടങ്ങളിലൊക്കെ ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുള്ളതൊക്കെ അത് ബ്ലർ ചെയ്ത് ഇങ്ങനെ കേൾക്കത്തില്ല. ഇവരുടെ ഫോർഗ്രൗണ്ടിൽ എന്താണോ ഉള്ളത് ആ കോൺവെർസേഷൻ ആയിരിക്കും നമുക്ക് കേൾക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ അവർ വർത്താനം പറയുന്നുണ്ടായിരിക്കും, പക്ഷെ അത് നമുക്ക് കേൾക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് രണ്ടും ഒരേ സമയം കേൾക്കുന്നതുകൊണ്ട് അത് ശരിയാണ്. ചിലപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ എന്താ പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് മിസ് ഔട്ട് ബുദ്ധിമുട്ടായിട്ട് ചെയ്യും ചിലപ്പോ നമ്മള് രണ്ടാമത്തെ ആ വാച്ചില് യു മൈറ്റ് അണ്ടർസ്റ്റാൻഡ് സർട്ടൻ സ്റ്റഫ്. പക്ഷെ ഐ ഡോണ്ട് ലൈക്ക് ഐ ഹാവ് എ വെരി മിക്സ്ഡ് ഫീലിംഗ് അബൌട്ട് ഇറ്റ്. പിന്നെ ഡബിങ്ങിന്റെ കാര്യം പറഞ്ഞത് ഞാനത് പടം കണ്ടുകൊണ്ടിരുന്നപ്പോഴും ഓർക്കായിരുന്നു. ഈ ആൾക്കാർ മിക്കവാറും അത് പറയും ലിപ്സിങ് ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ. അത് പിന്നെ പുള്ളിയുടെ പടങ്ങളില് ഒരു നമ്മൾക്ക് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് എനിക്കത് യൂസ്ഡ് ആയിരുന്നു. പക്ഷെ ഇതിൽ ഭയങ്കര എവിഡന്റ് ആയിരുന്നു, കുറച്ചേറെ പുള്ളി ഉണ്ടായിരുന്നു. മറ്റു കറക്റ്റ് ചെയ്ത് പടങ്ങളിൽ വരികയല്ലേ ചെയ്യേണ്ടത് അങ്ങോട്ടങ്ങോട്ട് വരുന്ന പടങ്ങളിൽ. ഇപ്പൊ പുള്ളി വേഴ്സായി വരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പണ്ടുള്ള പടങ്ങളിൽ സത്യം. ഇത്ര അങ്ങ് എവിഡന്റ് അല്ലായിരുന്നു. ഇപ്പൊ ഈ പടം എനിക്ക് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നിയ ലെവലിലെത്തി ഈ പടത്തിനകത്ത്. അല്ല, അത് പുള്ളിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പടം ഫൈൻഡ് ചെയ്യുന്നത് അതിന്റെ എഡിറ്റിങ് ഡബിങ് ആ സമയത്തൊക്കെയാണ്. പുള്ളി ഷൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് ഈ പറഞ്ഞ പോലെ ഡയലോഗ് വരുമ്പോൾ അയ്യോ ഇത് അവിടെ ചേർക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ പുറം തിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലുള്ള ഷോട്ട് അങ്ങനത്തെ ഇതൊക്കെ കുറച്ച് എടുത്തു വെക്കും പുള്ളി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും ഇതിന് കുറച്ചേറെ എവിഡന്റ് ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞാൻ പടം കണ്ടുകൊണ്ടിരുന്നപ്പോ ഞാനിങ്ങനെ ഓർത്തു കിഷോറിന്റെ ക്യാരക്ടർ തട്ടിപ്പോയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു വരുന്നത് കണ്ടപ്പം ഞാനിങ്ങനെ ഓർത്തു ഇത് ആൾക്കാർക്ക് കൺഫ്യൂസിങ് ആവാനുള്ള സാധ്യത ഉണ്ടല്ലോ. ഞാൻ എന്റെ കൂടെ അത് പടം കാണാൻ വന്ന ആൾക്കാർ അത് എന്നോട് ചോദിച്ചു, ഇയാൾ ഇപ്പൊ എവിടെ നിന്ന് ജീവിച്ചു വന്നതെന്ന് എന്നോട് ചോദിച്ചായിരുന്നു. ശരിയാണ്. പക്ഷെ എനിക്ക് ഇതേപോലെ തോന്നിയ ഒരു സംഭവം ഈ പുള്ളിയുടെ സിനിമയിലെ സീനുകളൊക്കെ ഉണ്ടല്ലോ. ചില സീനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതായിരിക്കും റാൻഡം കോൺവെർസേഷന്റെ നടുക്കൂന്നങ്ങ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഒരു വലിയ സീന് പുള്ളി എടുത്തു വെച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ ആ കോൺവെർസേഷന്റെ നടുക്കൂടെ കയറി ആ സീൻ കണ്ടിന്യൂ ആവുന്നത്. I'm not saying it's a bad thing, പക്ഷെ ഐ തിങ്ക് he's going bit overboard with it. ലൈക്ക് ഇതൊക്കെ ഓഡിയൻസ് അങ്ങ് മനസ്സിലാക്കിക്കോളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ പോയത് അവിടെയാണ് ഈ ഡബിങ്ങിൽ പിഴവ് പറ്റിയെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ പറഞ്ഞ ഈ കിഷോറിനെ തിരിച്ചു കൊണ്ടുവന്നതൊക്കെ ഇച്ചിരി ഒരു ഇച്ചിരി കൺഫ്യൂസിങ് ആ. അല്ല, ഈ പുള്ളി ഉണ്ടല്ലോ ചിലപ്പം ഇതിന്റെ ഒരു എന്താ പറയുന്ന ഒരു സ്നൈഡർ കട്ട് പോലെ ഒരു വെട്ടിൽമാരൻ കട്ട് വിടുതലേക്ക് വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം പുള്ളി എടുത്തു വെച്ചിരിക്കുന്ന ഫുട്ടേജ് കുറെ 14 ഉള്ളതുപോലെ എഡിറ്റിംഗ് എനിക്ക് ഇത് കുറച്ചേറെ ബുദ്ധിമുട്ടിയാണ് പുള്ളി ഈ ഫൈനൽ ഔട്ട്പുട്ടിലോട്ട് എത്തിയത്. അപ്പൊ അത് ഫുള്ള് കാണുമ്പോഴത്തേക്കും നമുക്ക് ഉള്ള ഈ ഒരു ഇത്തരം കുറെ പ്രശ്നങ്ങൾ മാറും എന്നുള്ള രീതിയിൽ. പക്ഷെ അത് നമുക്കൊരു ന്യായമായിട്ട് പറയാൻ പറ്റില്ല. കാര്യം തിയേറ്ററിൽ ഇത് സാധനം ഇറങ്ങുമ്പോഴത്തേക്ക് ഇത് പുള്ളിയുടെ തന്നെ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി തന്നെ പണ്ട് മറ്റേ എന്താ പറയുന്നത് പറഞ്ഞിട്ടുള്ള നാളെ ഏർക്കണ ഒരാഴ്ച ഇറക്കി കഴിഞ്ഞിട്ട് ഞഞ്ഞാവിഞ്ഞ പറയാൻ പറ്റൂലെന്ന് പറയുന്നുണ്ട്. പറ്റുമല്ല എന്ന് പുള്ളി തന്നെ പണ്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആ പരിപാടിയാണ് പുള്ളി കാണിക്കുന്നത്. അപ്പം അത് ഭയങ്കര എന്താ പറയുന്നത്. അപ്പം എനിക്ക് ഇതിന്റെ ഞാൻ ഇതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ഡയറക്ടേഴ്സ് കട്ടിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. കുറച്ചുകൂടെ കൂടുതലായിട്ട് ആ വേൾഡും കാര്യങ്ങളൊക്കെ വരും എന്നുള്ള രീതിയിൽ. പിന്നെ ഈ മറ്റേ എക്സ്പ്ലോഷൻ ബോംബുണ്ടാക്കുമ്പോ പൊട്ടിത്തെറിക്കുന്ന സാധനം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക്. കാര്യം ഈവൻ നമ്മുടെ എന്താ പറയുന്നത് ഈ 9/11 ഇല്ലേ, 9/11 ഇതിനു വേണ്ടിയിട്ട് അവര്
ടെസ്റ്റ് ചെയ്ത സമയത്ത് ഇതുപോലെ ഒരു അപ്പാർട്ട്മെന്റിൽ അവന്മാര് ഉണ്ടാക്കി വെച്ചിട്ട് സെയിം രീതിയിൽ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാക്കി. അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. അപ്പൊ അത് ഭയങ്കര റിയലിസ്റ്റിക് ആണ്. പ്രത്യേകിച്ച് ഈ നാട്ട് വെടികൊണ്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് പുള്ളിയുടെ അത് എനിക്ക് കൂടെ പൾപ്പ് ഫിക്ഷൻ ഇരുന്നവന്മാര് ഓർമ്മ വന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ദിഗംബരനോട് ഇത് വന്ന് ചോദിച്ചായിരുന്നു. അത് അങ്ങനെ പൊട്ടിത്തെറിക്കുവോ, ഇത് റിയലിസ്റ്റിക് അത് ആണോന്ന് ഞാൻ അല്ല അത് ചോദിച്ചായിരുന്നു. പൊട്ടിത്തെറിക്കും അത് ഈ അങ്കമാലി ഡയറീസിന്റെ അകത്ത് കാണിക്കത്തില്ലേ, മരത്തെ കെട്ടിപ്പിടിച്ച് നിന്ന് അവൻ തോട്ട ഉണ്ടാക്കുന്നു. ചുറ്റുന്നു. കൈ ആ, മാത്രമേ അത് പോകുന്നുള്ളൂ. ആ, അങ്ങനെ അതും അത് വേറൊരു സംഭവം ഉണ്ട്. ഈ ഫസ്റ്റ് പാർട്ടിന്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ അറിയത്തില്ല, ഒരുത്തൻ ഒരു ബാഗ് തോട്ടയായിട്ട് നടക്കുന്ന സമയത്ത് ആ തോട്ട പൊട്ടി പോലീസുകാരും അവരെല്ലാം ആ മരിക്കുന്നുണ്ട് ഫസ്റ്റ് നമ്മള് മറ്റേ പാർട്ടിന്റെ അകത്ത്. എപ്പിസോഡിന്റെ അകത്ത് പറഞ്ഞായിരുന്നു പോലീസുകാരൻ ആ, വെടിവെക്കുന്നത്. അവൻ ആ ആ അപ്പൊ തോട്ടത്തിൽ ഞാൻ വെടിവെക്കും. അപ്പൊ ഞാൻ ഇത് അവർക്ക് ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണല്ലേ, മിസ്റ്റേക്കൺലി മരിച്ചു പോകുന്നത്. പക്ഷെ ഇത് ഇറ്റ്സ് എ റിയലിസ്റ്റിക് അപ്രോച്ച്. പക്ഷെ എനിക്ക് എന്തോ പെട്ടെന്ന് പൾപ്പ് ഫിക്ഷന്റെ അകത്ത് ആ സീൻ ഓർമ്മ വന്നു. മറ്റേ തിരിഞ്ഞു നിന്ന് ബമ്പ് മാർവിനോട് ചാടുന്നത്. സംസാരിക്കുന്ന സമയത്ത് അറിയാതെ ബബ്ബയാണ് തോക്കുകൂടി വെച്ച് മരിച്ചു പോകുന്നു. അത് ഭയങ്കര മ്യൂസിക് എന്താ തോന്നിയ, എന്തെങ്കിലും എലിവേറ്റ് ചെയ്യുന്ന പോലെ തോന്നിയ മ്യൂസിക്? പുറത്തത് പോലും ഇളയരാജയുടെ സ്കോർ തിയേറ്ററില് കേൾക്കാൻ നല്ലതായിരുന്നു. നല്ലൊരു നല്ലതായിരുന്നല്ലേ? ഫീൽ ഉണ്ടായിരുന്നു. അത് പിന്നെ എനിക്ക് അറിയത്തില്ല. എനിക്കത് കമ്പയർ ചെയ്ത് പറയാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഫസ്റ്റ് പാർട്ട് ഞാൻ ലാപ്ടോപ്പിലും നമ്മുടെ സ്മോൾ സ്ക്രീനിലും മറ്റേത് ബിഗ് സ്ക്രീനിലും കണ്ടതുകൊണ്ടേ ഒരു കമ്പാരിസൺ പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് എന്തോ പാട്ടുകളെല്ലാം അത്യാവശ്യം നല്ലതായിട്ട് അതിന്റെ കൂടെ സിങ്ക് ആയി പോകുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. അവരുടെ പാട്ട് മറ്റേ ഫസ്റ്റിലെ കാട്ടുമല്ലി പോലത്തെ ഒരു സോങ് ഉണ്ട്, പാട്ടാണ്. അതെ ദിനം അതെ ദിനം അതെ. എന്ന് പറഞ്ഞത്. പക്ഷെ എനിക്ക് പിന്നെ ഈ ദിനം ദിനം ഇഷ്ടപ്പെട്ടായിരുന്നു. കുറച്ചുകൂടെ കേൾക്കാൻ കുറച്ചുകൂടെ ഒരു താരാട്ട് പാട്ട് പോലെ തോന്നി എനിക്ക് ഏത്? മറ്റേനേക്കാൾ. ദിനം ദിനം അതെന്താ നല്ല പാട്ടായിരുന്നു. അതൊരു ലവ് സോങ് എന്നുള്ള നിലയിലും എനിക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു പ്ലീസിങ് സോങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്താ എനിക്ക് അറിഞ്ഞൂടാ, വേറൊരു വൈബാണ്. ഇവര് നോട്ട് ഇൻ മൈ രണ്ടുപേരും തമ്മിൽ വൈൽഡസ്റ്റ് not in my wildest dream I thought Yogi B would sing for Ilayaraja. എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ കാണാത്തൊരു കോമ്പിനേഷൻ ആയിരുന്നു അത്. പക്ഷെ അത് കൊള്ളാം. അത് എനിക്ക് തോന്നുന്നത് വെട്രിമാറിന്റെ ഒരു ഡിസിഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. ഇളയരാജ ഐ ഡോണ്ട് തിങ്ക് ഹി വിൽ കോൾ യോഗി ബാബു യോഗി ബി വന്നൊരു പാട്ട് പാടാമെന്ന് എനിക്ക് അത് ഡൗട്ടാ. അതെനിക്കൊന്ന് വെട്രിമാരൻ ഡെലിബറേറ്റ്ലി വെച്ചാ. കാരണം വെട്രിമാരന്റെ പാസ്റ്റിലെ പടത്തിലെല്ലാം യോഗി ബി പാടിയിട്ടുണ്ട്. Yeah. ഈ ഇവള് ഈ ദിനദിനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ, മഞ്ജു വാര്യരും വിജയ് സേതുപതിയും കുക്ക് തമ്മിൽ. ചെയ്യുന്ന ഇവളുടെ മുടി സമയത്ത് മുറിച്ചുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന പുള്ളി ശരിക്കും ബാക്ക്ഗ്രൗണ്ടിലുള്ള ഉണ്ടായിരുന്ന കാര്യം അവര് മറന്നുപോയത്. ഓ ഓ അത് ശരിക്കും മറന്നുപോയതാണ് അവിടെ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതൊരു ഷൂട്ടിംഗ് സമയത്ത് അത് എനിക്ക് മനസ്സിലായില്ല. ഷൂട്ടിംഗ് സമയത്ത് അതെന്തോ ഷൂട്ടിംഗ് സമയത്ത് ആ ഷൂട്ടിംഗ് സമയത്ത് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്ന കാര്യം അവര് ശരിക്കും മറന്നുപോയതാണ്. മറ്റേ വിജയ് സേതുപതിയുടെ ഒരു ഇന്റർവ്യൂവിന്റെ അകത്ത് അവര് പറയുന്നുണ്ട്. ഓ അത് ഓക്കെ. ഭയങ്കര ഒരു ഒരു മെറ്റാ ഈസ്റ്റർ ഒക്കെ ആയിരിക്കും. അങ്ങനെ ഒരാള് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. പിന്നെ കറുപ്പം ആ പോകുന്ന വീട് ഇച്ചിരി മോഡേൺ വീടാണ് കേട്ടോ. അത് അന്നത്തെ കാലത്ത് അങ്ങനത്തെ ഡിസൈനിലുള്ള വീട്, ഇന്റർലോക്ക് ഒക്കെ ഉള്ള വീട് കണ്ടപ്പോഴത്തേക്ക് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് യു ഡിഡ് ഇറ്റ് ഡേർട്ടി എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ കുറച്ച് ഗൂഫ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഗൂഫ്സ് അത് ഗൂഫ്സ് ആയിട്ടൊക്കെ വിട്ടാൽ മതി. പീപ്പിൾ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ് അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ്സ് വെരി എൻഗേജിങ്. പിന്നെ വയലിന്റെ അകത്തുള്ള ഒരു ഇതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതിന്റെ അകത്തല്ലേ ഈ പുറത്തത് പോതും പാട്ട് വരുന്നു? എനിക്ക് അത് വലുതായിട്ട് സംഭവമായിട്ട് തോന്നിയില്ല. പക്ഷെ എനിക്ക് അതിലും ഇഷ്ടപ്പെട്ട നമ്മുടെ ക്ലൈമാക്സിൽ ഈ മലയിൽ വെച്ചുള്ള സാധനം. കിടിലം കൊറിയോഗ്രഫിയാ. അത് ഭയങ്കര പാടാ അങ്ങനെ ഒരു സീൻ ഷൂട്ട് ചെയ്തെടുക്കാൻ. പക്ഷേ ഫോഗിന്റെ മറ്റേത് എനിക്ക് അസുരന്റെ ഒക്കെ ഓർമ്മ വന്നു, ചോളത്തിന്റെ ഇടയ്ക്ക് കിടന്നുള്ള പരിപാടി. ഞാൻ പറയാൻ വരുമായിരുന്നു, എനിക്ക് അസുരൻ ഓർമ്മ വന്നെന്ന് ഞാൻ പറയാൻ വരുമായിരുന്നു. അതേ ടോണും ഗ്രേഡിങ് ഒക്കെ. ഈ മലയിലുള്ളതില് ചേത്തൻ എനിക്കുണ്ടല്ലോ ഭയങ്കര പ്ലോട്ട് ആർമർ ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് അതിനകത്ത് തോന്നിയത്. ഇത്രയും തെണ്ടിത്തരൊക്കെ കാണിച്ചിട്ട് അവസാനവും കുറെ എണ്ണത്തിന് പുള്ളി കൊല്ലുന്നു.
ഇതൊക്കെയാണ് പുള്ളി നല്ലൊരു നമുക്ക് കൂടുതൽ ഈ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് ഇനി ആർക്കെങ്കിലും വെറുപ്പ് തോന്നാതിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഏറെ വരട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു അല്ല ഞാൻ അല്ല ഒരു ഈ ക്വസ്റ്റ്യൻ പുള്ളി ചോദിക്കട്ടെ. എന്തിനാ അവനെ രക്ഷിച്ചെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. പുള്ളിക്ക് അങ്ങ് വിട്ടുകൊടുക്കും. അല്ല പുള്ളി ഭയങ്കര ഇത്ര പേർവോട്ട് ഇത്ര വൃത്തികെട്ടവനാന്ന് ആദ്യം തൊട്ട് തന്നെ എല്ലാ പോലീസ് ഓഫീസേഴ്സിനും മനസ്സിലാവുന്നുണ്ട്. എന്നിട്ടും പുള്ളിയെ വെറുതെ വിട്ടോണ്ടേയിരിക്കുക. എനിക്ക് അതാ മനസ്സിലാവാത്തത്. ഗൗതം അതാ ഞാൻ മേനോനെ പറഞ്ഞ അവന് അറിയാം. അന്യായ പ്ലോട്ട് ആർമറാണ് പുള്ളി. ഇഫ് സെക്കൻഡ് ചാൻസസ് ഫോർ എ ഹ്യൂമൻ ബീങ് അത് ചേത്തനായിരിക്കും. ഈ ഈ തമിഴിന്റെ ക്യാരക്ടറിന്റെ സ്വിച്ച് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മൊമെന്റ് ആയിരിക്കും ഇത്. അത് നമ്മുടെ മീശയൊക്കെ പുള്ളിക്കാരിയൊക്കെ പഠിച്ചപ്പോഴേ ഒന്ന് പുള്ളി എനിക്ക് വേറെ അറിയാം. മനുഷ്യനായി. അല്ല അവര് വാദ്യാറിന്റെ അവസ്ഥ ഏതാണ്ട് ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് ഊഹിച്ചു. പക്ഷെ എന്നാലും പുള്ളി അങ്ങോട്ട് അങ്ങനെ പക്ഷെ പുള്ളി ആയിരിക്കും ആവുമെന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പുള്ളി വാദിയാർ മരിക്കുമായിരിക്കുമെന്ന് എനിക്കും അത് തോന്നി. ഞാനും പക്ഷെ പ്രതീക്ഷിച്ചായിരുന്നു. തമിഴ് ചെയ്യുമെന്ന് ഞാൻ അതാണ് I didn't expect it. I felt bad actually. അത് ഭയങ്കര അയ്യോ അത് പുള്ളിയെ കൊണ്ട് ചെയ്യിക്കും. അദ്ദേഹത്തിന് നോബഡീസ് പെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ പുള്ളിയെ അങ്ങനെ ആക്കി. പുള്ളി അവസാനം അധികാരത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ള രീതിയിൽ, അല്ല പുള്ളിക്ക് ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ടാണ് പുള്ളി ചെയ്തതെന്നുള്ള രീതിയിൽ കാണിച്ചു. അതുവരെ പുള്ളി മറ്റേ നേർമയാണ് ഓഫീസർ എന്നുള്ള രീതിയിലൊക്കെ നിന്നിട്ട് പിന്നെ ഇങ്ങനെ അതാണല്ലോ കാണിച്ചപ്പോഴത്തേക്കാണ് എനിക്ക് അതാണ് പുള്ളിയും സൂര്യയും തമ്മിലുള്ള വ്യത്യാസം. രണ്ടുപേരും ഏകദേശം ഒരേ ഇതിൽ തന്നെയാണ്. പക്ഷെ സൂര്യ അത് എങ്ങനെ പോയാലും ആ ഒരു എന്താ പറയുക പുള്ളിയുടെ മോറൽ കോഡ് വിട്ടിട്ട് ഒരു കളിയില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ ഇങ്ങേരെ ഞാനോർത്ത് ആ ഒരു പൊസിഷനിൽ എത്തുക എന്നുള്ളത് തന്നെ പാടാണ്. പ്രത്യേകിച്ച് അവരുടെ കാസ്റ്റിലുള്ള ഒരാള്. അപ്പൊ അതുകൊണ്ട് അവരെ പോലെ ആയാലേ നമുക്ക് ഉയർച്ച ഉണ്ടാവൂ എന്നുള്ള രീതിയിലുള്ള ഒരു ഇതിലാണ് പുള്ളി. പുള്ളി നല്ല സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു അല്ലേ പുള്ളി. മീശയൊക്കെ പിടിച്ചിട്ട് ഒരു ശരിക്കും ഒരു ഓഫീസർ. പുള്ളി പോലീസുകാരനാണല്ലോ. അപ്പൊ തമിഴ് ആയിരുന്നു. അസുരന്റെ അകത്ത് മറ്റേ വേട്ടക്കാരനായിട്ട് വരുമ്പോഴും നമുക്കൊരു ഇതുണ്ട്, ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും. ഒരു ഹെവി ക്യാരക്ടറായിട്ട് തോന്നുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ വാത്തിയാരുടെ എൻഡിങ് കുറച്ച് സെഡായിട്ട് തോന്നി. പുള്ളി അറിയായിരുന്നു പുള്ളി ഡെഡ് ആവും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷെ എന്നാലൊരു ഡെഡായിരുന്നു എന്നുള്ളൊരു തോന്നൽ. പിന്നെ സൂര്യ മറ്റേ ജീപ്പ് നിർത്തിയിട്ട് ഇറങ്ങി പോകുന്നതാണല്ലോ കാണിക്കുന്നത്. അപ്പം മേ ബി ഇനി തേർഡിലോട്ട് വരുമ്പോഴത്തേക്ക് കുമരേശൻ ഇവരുടെ കൂടെ ചേരുന്നു എന്നുള്ള ഒരു ടിഎക്ക് കുറച്ചുകൂടെ റോൾ ഉണ്ടായിരുന്നു ഇതിന്റെ അകത്ത് അല്ലേ ഫസ്റ്റിനേക്കാളും കൂടുതൽ. ടിഎക്കോ ആ ഫസ്റ്റില് പുള്ളി ഇങ്ങനെ വന്നു പോകുന്നല്ലേ ഉള്ളു. ഇതിലല്ലേ കുറച്ചുകൂടെ ടിഎക്ക് കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ഉണ്ട്. ടി അല്ലേ മറ്റേ എന്റെ തളിയനായിട്ട് വന്ന്, ഇവന്റെ തളിയൻ പോലീസായിട്ട് വന്ന് ഏതിനകത്ത്. വട ചെന്നൈക്കകത്ത്. ആ അതെ അതെ. അല്ല ഇതിനൊരു തേർഡ് പാർട്ട് നല്ല ഉണ്ടാകുന്ന ആക്ടർ. ഉള്ള ഒരു പ്രഡിക്ഷൻ ഉണ്ടോ ശരിക്കും? കാരണം ഇതിപ്പോ നമ്മൾ എവിടെ നോക്കിയാലും അങ്ങനെ ഒരു തേർഡ് പാർട്ടിന്റെ ഒരു ഐ ഇതൊന്നും ഡോണ്ട് കാണുന്നില്ല. തിങ്ക് സോ. അല്ല സൂര്യ മരിക്കുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. സോറി ഫോർ ദ കാരണം അതിന്റെ സ്പോയിലേഴ്സ് ഗൈസ്. ഫസ്റ്റ് പാർട്ടിൽ നരേഷൻ അങ്ങനെ തുടങ്ങുന്നോണ്ടാണോ? അമ്മയുടെ ഒരു ദുഃഖകാരണം പോലെ തുടങ്ങുന്നോണ്ടാണോ? അതെ, കാരണം സൂര്യ അവസാനം ഒരു പോക്കുതരം കാണിച്ചിട്ടാണല്ലോ ഇറങ്ങി പോകുന്നത്. തീർച്ചയായും. ക്ലിഫ് ഹാങ്ങർ മൂമെന്റ് ഉണ്ടാക്കിയിട്ട് പുള്ളിക്കാരൻ ലിറ്ററലി. അത് പക്ഷെ ലിറ്ററലി അവർ ക്ലിഫ് രണ്ടുപേരും ഹാങ്ങർ. ഡെഡ് ആവില്ല. എനിക്ക് ഉറപ്പ്. ഈ അതിന് ചേട്ടനും ഡെഡ് ആവുമെന്നോ? തങ്കച്ചിയും ഇല്ല ആവത്തില്ല. ആവത്തില്ല. ഇല്ല ആവത്തില്ല, അതില്ലായിരിക്കും. അവര് മിക്കവാറും രക്ഷയോട് വരും. പക്ഷെ ഞാൻ അവര് ഇരിക്കുന്ന രണ്ടുപേരെ മറ്റവൻ ഇരുത്തിയിട്ട് എന്ത് പോയത് ചെയ്തു ഓക്കെ. എന്നുള്ള മറ്റവൻ എന്ത് ചെയ്തു. ബ്രോ വാട്ട് ആ രീതിയിലായി പോയി. അവൻ എന്ത് പാവം ചെയ്തു. അവനാണെങ്കിൽ അവന്റെ കൂട്ടുകാരൻ മരിച്ചതിന്റെ ഡിപ്രഷനിൽ ഇരിക്കുക. അവനെ ആ വണ്ടിക്കകത്ത് നൈസായിട്ട് ആക്കിയിട്ട് ഇവൻ നടന്ന് മലയിൽ താഴെ നടന്നങ്ങ് പോവുകയും ചെയ്തു. പോലീസിനെ നീ പക്ഷെ പറഞ്ഞ് മനസ്സിലാക്കില്ല ബാക്കി. അതാ കൺവിൻസിങ് സ്റ്റാർ കളിച്ചു പോയി. മറ്റേ ചേത്തൻ ആ കൊക്കയിലോട്ട് വീഴാൻ പോകുന്ന സീനൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. നൈസായിരുന്നു. അപ്പൊ ഞാൻ അവിടുത്തെ ആ സീൻ കഴിയുമ്പോ പുള്ളി നന്നാവുമായിരിക്കും. ഞാനും ഓർത്തായിരുന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. പുള്ളിക്കാരൻ പുള്ളിയെ വിട്ടാ മതിയായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ മറ്റേ മൂഡായിരുന്നു. ഏത് നമ്മുടെ നോർത്ത് റിമെമ്പേഴ്സ്
ആ മൂടായിരുന്നു പുള്ളി. അതെ. ഈ ഏത് മൂഡ്? തിയേറ്ററിന്റെ ഒക്കെ സംഭവം ഉണ്ടല്ലോ, അത് എനിക്ക് അവരുടെ ആ കോഡ് കൈമാറുന്ന പരിപാടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. മറ്റേ പടം എങ്ങനെ ഉണ്ടായിരുന്നു, നല്ല ഗംഭീര പടമായിരുന്നു. അങ്ങനെ ഒരു പടം ഉണ്ട്, കണ്ടിട്ടുണ്ട്. നല്ലൊരു അപ്പൊ അവരുടെ ഫുൾ പരിപാടികളും തിയേറ്ററിലാണ്. അവര് മെസ്സേജ് കാര്യം ഇങ്ങനെ പടം കാണാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവര് കോഡ് കൈമാറുന്നതും, പിന്നെ പുള്ളി മറ്റേ ഫസ്റ്റ് പാർട്ടില് മറ്റേ പുറകിൽ പടം നിന്നുള്ള എന്തിനാ അവിടെ വന്നിരുന്നെന്നുള്ളതിന്റെയും കൂടെ ഒരു എക്സ്പ്ലനേഷനും കൂടെ ആണല്ലോ അത്. നല്ലതാണ്. ഈ മറ്റേ ഏട്ടയ്യ ആവശ്യമില്ലാത്ത പരിപാടി കാണിച്ച് കൂടുതൽ നന്നാക്കാൻ പോയത് കൊണ്ടാണ് പണി പാളിയത്. ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല. നീ പറഞ്ഞ ശരിയാ. മറ്റേ ഇവരുടെ ഫസ്റ്റ് പാർട്ടിന്റെ ആ ഒരു ഭീകരാവസ്ഥയൊക്കെ നമ്മൾ സെക്കൻഡ് പാർട്ടിന്റെ കുറച്ചുകൂടെ എന്തെങ്കിലും ഒരു ഈ ഭവാനിശ്രീയുടെ ക്യാരക്ടറിന് എന്ത് സംഭവിച്ചു, അത് റിഡംഷൻ പോലെ കുറച്ചുകൂടെ ഫീൽ വരും. ചെയ്തിട്ട്. അതിനെന്താ അത് എന്തെങ്കിലും വരുമെന്ന് വിചാരിച്ചു. അല്ല, പക്ഷെ അത് ചിലപ്പോ അത് ദിഗംബരം പറഞ്ഞ പോലെ ഒരു തേർഡ് പാർട്ടും കൂടെ മനസ്സിൽ വെച്ചിട്ടായിരിക്കണം എനിക്ക് സെക്കൻഡ് പാർട്ട് അങ്ങനെയാ എഴുതിയിട്ടുണ്ടാവും. തോന്നുന്നേ. എനിക്കങ്ങനെ തോന്നുന്നത്. കാര്യം ഇത് അല്ലെങ്കിൽ ഇതുണ്ടല്ലോ ഒരു ഒരു പൂർണ്ണതയില്ലല്ലോ ഇത്. ഇപ്പം ശരിയാണ്. ചുമ്മാ അവൻ റാൻഡമായിട്ട് മറ്റേ വണ്ടി കൊണ്ട് ഇതിന്റെ സൈഡിൽ കൊണ്ട് നിർത്തിയിട്ട് ഇറങ്ങിപ്പോയ പോലത്തെ ഒരു, ശരിക്കും പടം പെട്ടെന്ന് അങ്ങ് അബ്രപ്റ്റ് ആയിട്ട് എൻഡ് ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് ഇല്ലായിരുന്നു. ഒരു അബ്രപ്റ്റ് എൻഡിങ് ആണ്. എന്നാ ഇവിടെ തീർത്തേക്കാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് പോകുന്നു പോലെ. തീർത്ത പോലെ അവൻ ഇറങ്ങിപ്പോയ പോലെ പെട്ടെന്ന് അങ്ങ് പടം നിർത്തിയിട്ട് പോയ പോലത്തെ ഒരു ഇതാണ്. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. വാദ്യാറുടെ ഡെത്തിന്റെ അവിടെ വെച്ച പടം എൻഡ് ചെയ്തിരുന്നെങ്കിലും വലിയ തെറ്റ് തോന്നത്തില്ലായിരുന്നു അപ്പൊ തന്നെ. ഇതിപ്പോ പുള്ളിയുടെ തല വെളിയിൽ വരുന്ന കാണിക്കുന്നു. ഒന്നും ചെയ്യാത്തവനെ പിടിച്ച് ജീപ്പിൽ ഇരുത്തിയിട്ട് അവനെ കൂടെ തള്ളി താഴെ ഇടുന്ന അതെന്തൊരു വൃത്താട്ട പരിപാടിയായിരുന്നു. പിന്നെ പുള്ളി ഒരു ഇമോഷണൽ ടെർമോയിലാണല്ലോ. അപ്പൊ പുള്ളിക്ക് ആരാണ് ആ ജീപ്പി ഇരിക്കുന്നതെന്ന് നോക്കേണ്ട അവസ്ഥ ഇല്ല എന്നുള്ളതും കൂടെ നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കാമല്ലോ. ഏത് നെല്ലിനകത്ത് ഇരുന്നാലും എനിക്കൊരു പ്രശ്നമില്ല. ഒരുത്തൻ കൂട്ടുകാരൻ പരിച്ചതിന്റെ ഡിപ്രഷനിൽ ഇരിക്കുക. അതിന്റെ കൂട്ടത്തിൽ ഇവരെ കൂടെ ഈ പരിപാടി കാണിക്കുമ്പോഴത്തേക്ക് അവൻ ആരെയും ട്രസ്റ്റ് ചെയ്യത്തില്ല. അവനുണ്ടാവുന്ന ഇൻസെക്യൂരിറ്റി ഒന്ന് ആലോചിക്കും. ഹീസ് കാർഡ് ഫോർ ലൈഫ്. അല്ല, ഈ എൻഡിങ് അവിടെ ആക്കിയത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു അബ്രപ്റ്റ് ഫീല് വരുന്നത്. കാര്യം എന്നാലേ നമ്മൾ അടുത്ത പാർട്ടിന് നോക്കത്തുള്ളൂ. ഇപ്പം വാദ്യാറുടെ ഡെത്ത് കൊണ്ട് എൻഡ് ചെയ്യുവാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയി എന്നുള്ള ഒരു ഫീലിംഗ് വരുമല്ലോ. പക്ഷെ ഇതിന്റെ അകത്തൊരു സംഭവം അവിടെ ഇല്ലാത്തത് കൊണ്ടേ അപ്പോഴാണ് അത് പുള്ളി തന്നെ പറഞ്ഞല്ലോ. പുള്ളി ഇപ്പൊ ഉടനെ ഒന്നും ചിന്തിക്കുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പൊ അടുത്ത വളമൊക്കെ ചെയ്ത് പോവാണെങ്കിൽ ഇത് തന്നെ എടുക്കാൻ ഇത്രയും നാളുണ്ട്. അല്ല, ഇനി ഇത് ആരും ഫണ്ട് ചെയ്യത്തില്ല. കാരണം വിടുതലൈ 2 കളക്ട് ചെയ്തിട്ടില്ല വലുതായിട്ട്. വിടുതലൈ പാർട്ട് 1 കളക്റ്റഡ് ലൈക്ക് മോർ ദാൻ 100 crore സംതിങ്. നല്ലപോലെ കളക്ട് ചെയ്ത സിനിമയാണ്. ആൻഡ് പീപ്പിൾ വർ ലിറ്ററലി ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. പക്ഷെ വിടുതലൈ 2 ഒരു ഫെയിലിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ 2 പടത്തിനും കൂടെ 60 to 70 കോടി ബഡ്ജറ്റാണ് രണ്ടിനും കൂടെ ഉണ്ടായിരുന്നത്. ഇത് മാത്രം 63 കോടി എടുത്തു. പിന്നെ ഫസ്റ്റ് പാർട്ടിന്റെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ശരിയാണ്. പക്ഷെ ഒരു അല്ലാണ്ട് നോക്കുവാണെങ്കിൽ പ്രൊഡ്യൂസർക്ക് നഷ്ടമാണെന്ന് പറയാൻ തേർഡ് പാർട്ടിന്റെ ഒരു ചാൻസ് ഇനി കുറവാണ്. ഇനി വല്ല കറുപ്പന്റെ വല്ല സ്പിൻ ഓഫ് വല്ലതും ചെയ്താലേ ഉള്ളൂ. അത് ഇനിയിപ്പോ അധികം ഉണ്ടോ അതറിയത്തില്ല. അവരുടെ ഇന്റർവ്യൂല് അന്ന് കേട്ട സംഭവമാണ്. പക്ഷെ എനിക്കത് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. സത്യം പറഞ്ഞാൽ ഈ വിടുതലൈ പാർട്ട് 2 ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നെങ്കിൽ വടച്ചെന്നൈ പാർട്ട് 2 ഉണ്ടാക്കി പുള്ളിക്ക് ഇഷ്ടം പോലെ കാശ് വരായിരുന്നു. തമ്പി മരിച്ചുപോയില്ലാണ്. തമ്പി മരിച്ചുപോയി. ഇനി ഐ ഡോണ്ട് ഫീൽ ലൈക്ക് വാച്ചിങ് ഇറ്റ്. ഐ ജസ്റ്റ് ഡോണ്ട് ഫീൽ ലൈക്ക് വാച്ചിങ് ഇറ്റ്. വേറെ ആരെങ്കിലും കാസ്റ്റ് ചെയ്യുന്നു. ആരൊക്കെയോ വിജയ് സേതുപതിയുടെ പേരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ശരിയാവത്തില്ല. അതെന്തോ അങ്ങനെ ഒന്നും ഇനി ആൾക്കാരെ പറ്റിക്കാനൊന്നും പറ്റൂല. പണ്ടൊക്കെ ആണെങ്കിൽ മറ്റേ സീരിയലിന്റെ അകത്തൊക്കെ പറയത്തില്ല, ആസിഡ് വീണിട്ട് അമ്മായിമ്മയുടെ മുഖം മൊത്തം മാറിപ്പോയി, ഇപ്പൊ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഈ രൂപയെന്നുള്ള ആ പരിപാടി. ഈ ഓഡിയൻസിന്റെ ഇന്റലിജൻസിനെ ഒന്ന് ചുമ്മാ ഇപ്പൊ അങ്ങനെ ഒന്നും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം പീപ്പിൾ ആർ വെൽ ഇൻഫോം, പീപ്പിൾ വാച്ച് കിടിലൻ കണ്ടന്റ്സ്. പക്ഷെ ഉണ്ടല്ലോ, കണ്ടന്റ് ഇപ്പൊ ആൾക്കാർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവര് റീകാസ്റ്റിന് റെഡിയാണ്.
കാര്യം അതിന്റെ കഥ കംപ്ലീറ്റ് ആവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആൾക്കാര് പിന്നെ സമ്മതിക്കും. പക്ഷെ എന്നാലും തമ്പി ഒരു എനിക്കറിയില്ല, വിജയ് സേതുപതിയൊക്കെ ശരിയാവും. പക്ഷെ അല്ല, എന്താന്നറിയോ, തമ്പി എനിക്ക് മരിച്ചു തോന്നുന്ന പോയെന്ന് കാണിക്കും. അല്ല എനിക്ക് എന്താന്ന് പറഞ്ഞാൽ തമ്പിയുടെ ഫുട്ടേജ് ഓൾറെഡി കുറെ വെറ്ററിമാരുടെ കയ്യിലുണ്ട്. സത്യം പറഞ്ഞ ഇവിടെയൊക്കെ AI ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. AI വെച്ച് വേണമെങ്കിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. AI വെച്ച് ഇവിടെ വിജയുടെ മുഖത്തിന് ചെയ്യുന്നതിനേക്കാൾ എന്ത് ഭേദമാ മറ്റേ നമ്മളെ ഡാനിയൽ ബാലാജിയെ തിരിച്ചു കൊണ്ടിരുന്നത്. വിജയകാന്തിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഇവിടെ ആരും ചോദിച്ചില്ല. എന്തിനാ അത് ഗോട്ടിന്റെ അകത്ത് എടുത്തിട്ടത്? എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതിലും ഭേദം ഇങ്ങനത്തെ കുറെ യൂസ്ഫുൾ കാര്യങ്ങൾ ചെയ്യാനാ. ഇപ്പൊ രേഖാചിത്രത്തിന്റെ അകത്ത് മമ്മൂട്ടിയെ കൊണ്ടുവന്നതൊക്കെ പോലെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടൊക്കെ ചെയ്യാം. കുറെ കാര്യങ്ങള് എനിക്ക് അവരുടെ ആ കമ്മ്യൂണിസത്തിന്റെ ഇതിനെ പറ്റിയിട്ടുള്ള ഫിലോസഫിയും കാര്യങ്ങൾ ഐഡിയോളജി ഒക്കെ പറഞ്ഞൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ അതിന്റെ കാര്യം അത് അത്രയും പ്രീച്ചി ആണെന്നുള്ള ഒരു ഇത് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു നെഗറ്റീവായിട്ട്. പക്ഷെ ആ ഒരു സിദ്ധാന്തവും അവരുടെ ഐഡിയോളജിയുടെ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു മൂവ്മെന്റിന്റെ കാര്യമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ പ്രീച്ചി ആവാതെ പറ്റത്തില്ല. എന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പം ഒരു ഒരു രണ്ടാമതൊരു ഓപ്ഷൻ കൂടെ ഒക്കെ നടത്തുവാണെങ്കിൽ കുറച്ചുകൂടെ കാര്യം തിയേറ്ററിലിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരുപാട് ഡയലോഗ് ഹെവി ആയതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ നിൽക്കത്തില്ല. അപ്പം മൾട്ടിപ്പിൾ വാച്ച് ചെയ്താലേ ഉള്ളൂ അതിന്റെ പൂർണ്ണമായിട്ട് ഒരു ഇത് കിട്ടുള്ളൂ എന്നുള്ളത് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ ഭയങ്കര എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ഒന്നുമില്ല. ഇത് ഡയലോഗ്സ് നമുക്ക് പിടികിട്ടുന്ന രീതിയിൽ ഉള്ള സംഭവങ്ങളായിരുന്നു. അത് സാധാരണക്കാരന് കാണുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ രീതിയിൽ ലളിതമായിട്ട് അത് അവതരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു ഐഡിയോളജി. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഈ മറ്റേ ആ ശവം എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അവര് തടയുന്നത് അതൊക്കെ ശരിക്കും നടന്നിട്ടുള്ള സംഭവങ്ങൾ. ഞാൻ വേറെ എവിടെയോ അത് ആ ഇത് കണ്ടിട്ടുണ്ട്. ഈ ഒരു സെയിം ഇങ്ങനെ തെരുവിൽ അത് ഏത് പടത്തിലാണോ സിനിമയിലാണോ വേറെ ഏതെങ്കിലും സിനിമയിലാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇതുപോലെ തന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ട്. ഇങ്ങനെ താഴ്ന്ന ജാതിയിലുള്ളവര് ഈ അഗ്രഹാരത്തെരുവിലൂടെ പോയാലേ ഉള്ള അവർക്ക് ഈ ഇതിലോട്ട് എത്തത്തുള്ളൂ, അവരുടെ ചുടുകാട്ടിലോട്ട് എത്തത്തുള്ളൂ. അപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേക്ക് അതുവഴി കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞ് തടയുന്നതും അതൊരു ഇതാവുന്നൊക്കെ അത് വേറെ ഏതോ പടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ വിടുതലേനെ കുറിച്ച് ഇനിയിപ്പോ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് നമുക്ക് റാപ്പ് ചെയ്യാം. ആൾക്കാരോട് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടോ? കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ആഡ് ചെയ്യാം? വിടുതല കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി വിടുതലെ 2 കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി എന്തെങ്കിലും സജഷൻസ്, അല്ലെങ്കിൽ വിടുതലെ 1ഉം 2ഉം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി എന്തെങ്കിലും സജഷൻസ്, അല്ലെങ്കിൽ ഓപ്പൺ മൈൻഡോടുകൂടി കാണാം. എന്തോ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് കാണാം. ലിപ്സിങ്ങിന്റെ ഇഷ്യൂസ് ഉണ്ടായിരിക്കും, ഡയലോഗ് ഹെവി ആയിരിക്കും, ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ ഒരു തിയേറ്ററിന്റെ അസുരൻ മനസ്സിൽ വെച്ചിട്ടായാലും പോയി വിടുതലേ കാണാം. ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് പടം. ഇറ്റ്സ് നോട്ട് എ ടിപ്പിക്കൽ റിവെഞ്ച് മൂവി ഓർ എനിത്തിങ്. ഇറ്റ്സ് ഡീപ്പർ. ഇറ്റ്സ് വെരി 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 ഡീപ്പർ. സോറി. ഇപ്പം ഫസ്റ്റ് പാർട്ടില് നിങ്ങൾ സൂര്യയുടെ കഥയാണെങ്കിൽ ഇതിലെ ഒരു വാത്തിയാറിന്റെ ബയോഗ്രഫി കാണാനായിട്ട് നിങ്ങള് ആ ഒരു മൂഡിൽ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എൻജോയബിൾ ആയിരിക്കും. ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു വലിയൊരു ലീഡറിന്റെ ഒരു അയാളുടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പടം. അത് മാത്രല്ല എങ്ങനെയാണ് പുള്ളി ഒരു സിമ്പിളായി മാറിയത്, ഒരു ഗോസ്റ്റ് എന്നതിൽ ഉപരി പുള്ളി ഒരു ജനതയുടെ തന്നെ ഒരു റെപ്രസെന്റേഷൻ ആയി മാറിയത് എന്നുള്ളതിന്റെയും കൂടെ ഒരു കഥയാണ്. അവര് മുന്നോട്ട് വെക്കുന്ന ഒരു ഐഡിയോളജിയും ഇപ്പൊ നമ്മള് എല്ലാത്തിനും എന്താ പറയുന്നത് ആംസ് എടുത്ത് മാത്രമല്ല റെവല്യൂഷൻ നടത്തേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവിലോട്ടുകൂടെയാണല്ലോ പുള്ളി എത്തുന്നത്. അതുകൊണ്ടാണ് പുള്ളി ലാസ്റ്റ് കീഴടങ്ങാനായിട്ട് നോക്കുന്നത് അതോടുകൂടിയാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു സിനിമയാണ്. കമ്മ്യൂണിസം എന്താണ്, അതിന്റെ സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് ഇത്രയും ലളിതമായി പറഞ്ഞു തരുന്ന വേറൊരു പടം
പറയാൻ പറ്റുമോ എനിക്കറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു ചിത്രമാണ് വിടവറി പാർട്ട്. സോ എല്ലാവരും അപ്പം കാണുക. യെസ്, എല്ലാവരും കണ്ടിട്ടില്ലാത്തവർ പോയി കാണാം. ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സോഷ്യൽ മെസ്സേജസ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കാണാൻ പറ്റുന്ന പടമാണ്. വിജയ് സേതുപതി ഇഷ്ടമുള്ളവരാണെങ്കിൽ കാണാൻ പറ്റുന്ന പടമാണ്. നമ്മുടെ മഞ്ജു വാര്യർ അഭിനയിച്ച പടമാണ്. എല്ലാവരും പോയി കാണുക. നമ്മുടെ എന്താ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്ക് സജഷൻസ് ആയിട്ടും കമൻസ് ആയിട്ടും ഒക്കെ പറയുക. So on that note, this is me, UDC Kumari, signing out with Mr. Digambaran and Chakravan. Bye. நிலம் இனம் மொழின்னு மக்களை ஒன்று சேர்க்குற வேலையை நாங்கள் செய்ய ஆரம்பித்தப்போ நீங்கள் கட்டமைச்சிருக்கிற இந்த ஜாதி மதம் பிரிவினைவாதம் எதை வச்சு உங்கள் அமைப்பால் அரசியல் பண்ண முடியாமல் போச்சு. அப்போ ஆரம்பிச்சது இந்த பயம்.